ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വലിയ പീസായാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ പീസായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം മസാല പിടിച്ചോളും. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പം നല്ല കളറും എരിവും കിട്ടാൻ വേണ്ടിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് 1/2 കപ്പ് തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. തൈര് ചേർത്ത് നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ, അതുകൊണ്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനുമേ നന്നായി മസാലയൊക്കെ പിടിക്കണം. അതിനു വേണ്ടി നല്ലവണ്ണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഈ ചിക്കൻ മസാലയൊക്കെ പിടിക്കാനായിട്ട് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കണം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. കോഴിമുട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടാവണം. അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം, എന്നാലേ ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറമെ മാത്രം ഫ്രൈ ആയി വന്നിട്ടുള്ളൂ ഉണ്ടാവുക. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. ഈ ചിക്കൻ ഫ്രൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാവും ഇരിക്കുക. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലേക്ക് മാറ്റുകയാണ് നല്ലത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.